ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. അതായത് എൻ്റെ തന്ത വിളിച്ച് എന്നെ പൊരിച്ചു എന്നിട്ടും ഞാൻ മാറിയില്ല എന്നൊരു തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ബിഗ് ബോസ് ലൈവിൽ പോലും തന്നെ ആ ഒരു സംഭാഷണം നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് വളരെ അധികം പേര് ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒരു പാർട്ട് ഒരുപാട് പേര് അത് റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് അഭ്യൂഹങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ബിഗ് ബോസിൻ്റെ ഇനീഷ്യൽ സമയത്ത് നമ്മൾ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാപ്പയ്ക്ക് സുഖമില്ല എന്നതുകൊണ്ട് ഒരു ഫോൺ കോൾ വരികയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയൊരു വിവരം, അല്ലെങ്കിൽ ബിഗ് ബോസ് നമ്മളോട് പറഞ്ഞൊരു വിവരം. പക്ഷേ അതൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഈ ഒരു ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ പല അവസരങ്ങളായി വിഡ്ഢികളാക്കുന്ന ഒരു അവസ്ഥയാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ശരിക്കും നടന്നിട്ടിരിക്കുന്നത്. കാരണം നോറ ആ ഒരു കൺഫെഷൻ റൂമിൽ പോയിരുന്ന് കരയുമ്പോഴും വിളിച്ച് പറയുന്നുണ്ട്, ജാസ്മിൻ്റെ വാപ്പ വിളിച്ചത് ജാസ്മിനെ വഴക്ക് പറയാനാണെന്നുള്ളൊരു കാര്യം പറയുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഷോയുടെ പല അവസരങ്ങളിൽ നമ്മൾ ആ ഷോയെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു സീസണിൽ ബിഗ് ബോസിൻ്റെ രീതിയും എല്ലാം തന്നെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്ത് തന്നെയായിരുന്നു നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറയുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ബിഗ് ഷോയെ നമ്മൾ ആഘോഷിക്കുന്നത്, അതിലത്തെ ഓരോ മത്സരാർത്ഥികൾ ആഘോഷിക്കുന്നത്. സോ അതേ ഒരു ജെന്യൂനായിട്ട് പ്രേക്ഷകർക്കും നൽകണമെന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മളെപ്പോലുള്ള ഓരോ വ്യൂവേഴ്സ് മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിൽ തന്നെ ഇത് ബിഗ് ബോസിന് ബാക്ക് ഫെയർ ആവുന്ന പോലെയാണ് തോന്നുന്നത്. മേ ബി ഇതിനൊരു എക്സ്പ്ലനേഷൻ അവരുടെ ഭാഗത്തുനിന്ന് വരുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അത് ആ ഒരു ഓഡിയോയിൽ കേൾക്കുന്നത് പോലെ ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നതും നടന്നതും വേറെ രണ്ട് കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ബിഗ് ബോസിന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആരെ വിശ്വസിക്കണം, ആരെ ആഘോഷിക്കണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ആരാണ് സത്യം പറയുന്നത് എന്ന് ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും ഓരോ മുഖമൂടികളാണ്, ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും ഒക്കെ തന്നെ എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. സത്യം പറയുമ്പോൾ ഇനി ബിഗ് ബോസ് സീസൺ 6 രക്ഷ വൈൽഡ് കാർഡ് എൻട്രീസിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നവർ ആരും തന്നെ എന്താ പറയുക, 1-2 മത്സരാർത്ഥികൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും 1-2 മത്സരാർത്ഥികൾ കൊണ്ട് ഒരിക്കലും ഒരു സീസൺ വലിയ വിജയത്തിലേക്ക് മാറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പ്രേക്ഷകർ ബിഗ് ബോസ് ഹൗസിലിരിക്കുന്ന പലരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ അവരെ ഇപ്പോൾ പുറത്ത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊരു തെറ്റായ ഒരു മെൻറ്റാലിറ്റിയിലൂടെയാണ് പലരും കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ഒരു കോൺഫിഡൻസിലാണ് ബിഗ് ബോസ് ഹൗസിൽ അവർ ഗെയിം കളിക്കുക എന്ന പേരിൽ ചുമ്മാ ഇരുന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങളോ എന്തെങ്കിലുമൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് വരുമോ എന്നൊക്കെ. എന്തായാലും വല്ലാത്ത ഒരു ചെയ്ത്ത് തന്നെയാണ് ബിഗ് ബോസ് നമ്മളോട് കാണിച്ചത്, പ്രേക്ഷകരെ നമ്മളോട്. കാരണം നടന്ന കാര്യം ഒന്ന് നടന്നത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചത് ഒന്ന് എന്ന രീതിയിലാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. നമ്മൾ ആ ഒരു ഓഡിയോയിൽ കേട്ട തെറ്റുകളാണോ എന്നും അറിയുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടിരുന്ന് കാണാം ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ വിവരങ്ങൾ പുറത്ത് വരുമോ എന്ന്. ഒരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട്